മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ഷെറിൻ്റെ മുടിയൊക്കെ ചീകി ഒതുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആൻസി അങ്ങോട്ട് വന്നത്. ആൻസി പറഞ്ഞു, ഷെറിൻ ഈ മരുന്നൊന്ന് കഴിക്ക്. ഞാൻ എത്ര നേരമായി പറയുന്നു, എനിക്ക് മരുന്ന് വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണം, എന്നാൽ മാത്രമേ ഞാൻ മരുന്ന് കഴിക്കുള്ളൂ. ഇങ്ങനെ വാശി പിടിക്കല്ലേ. അപ്പോൾ അലീന പറഞ്ഞു, ഇങ്ങതാ ആൻസി ചേച്ചി, ഞാൻ മരുന്ന് കൊടുത്തോളാം. ഇവിടെ ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, പിന്നെയാണോ അലീന ശ്രമിച്ചാൽ? അതൊന്നും സാരമില്ല ആൻസി ചേച്ചി, ഞാൻ മരുന്ന് കൊടുത്തോളാം. ആൻസി ഒട്ടും താല്പര്യമില്ലാതെ അലീനയ്ക്ക് മരുന്ന് കൊടുത്തു. അലീന മരുന്ന് ഷെറിന് കൊടുത്തപ്പോൾ ഷെറിൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ തീർച്ചയായും സഹായിക്കും. ഷെറിനെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഈ വീട്ടിൽ ജനിച്ചു വളരേണ്ട പെണ്ണായിരുന്നു ഞാൻ. എന്നിട്ട് 24 വർഷം അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നു. ഷെറിൻ്റെ കുഞ്ഞിനും അങ്ങനൊരു അവസ്ഥയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ അനാഥയാകാൻ പാടില്ല. അനാഥരാക്കപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങളും മറ്റുള്ളവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമാണ്. അലീനയുടെ വാക്കുകളിൽ ഷെറിന് സമാധാനമാവുകയാണ്. അലീനയുടെ മുഖത്തേക്ക് തന്നെ ഷെറിൻ നോക്കിയിരുന്നു. ഷെറിൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വന്നിരിക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന അപ്പോൾ മരുന്ന് നീട്ടി. ഷെറിൻ പതുക്കെ വാങ്ങി. എന്നിട്ട് അലീന പറഞ്ഞു, ഈ മരുന്നൊക്കെ കഴിച്ച് മിടുക്കിയായിരിക്കണം. കുഞ്ഞിനെ കണ്ടെത്തുമ്പോഴേക്കും ഷെറിൻ നല്ല ഉഷാറായിരിക്കണ്ടേ. ഷെറിൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിന് തിളക്കം വന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അലീനയുടെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി കഴിച്ചു. മരുന്ന് കഴിച്ചതും ഷെറിൻ നല്ല മയക്കത്തിലായി. ഷെറിൻ മയങ്ങിക്കഴിഞ്ഞതും അലീന റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത്. അലീന വന്ന വിവരം റോബർട്ട് വിളിച്ച് പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ മറ്റു സഹോദരങ്ങൾ കൂടി എത്തിയിരിക്കുകയാണ്. അവർ വരുമ്പോൾ ഔതക്കുട്ടി സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ലാലിച്ചൻ്റെ ആ പിഴച്ച സന്ധ്യതയും കൂട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ? അപ്പനും ഇതിന് കൂട്ടു നിൽക്കുകയാണോ? സ്റ്റാൻലിയുടെ സഹോദരൻ ഔസേപ്പച്ചനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഔതക്കുട്ടി പറഞ്ഞു, എടാ മോനെ, 10-24 വർഷങ്ങൾക്ക് മുൻപ് ലാലിച്ചന് ഒരു തെറ്റ് പറ്റിപ്പോയി. അതിന് ആ കുഞ്ഞെന്ത് പിഴച്ചു? നീ അവളെ ശത്രുവായി കാണരുത്. അപ്പം ഇവിടെ ശത്രുതയ്ക്കല്ല പ്രാധാന്യം, ഞങ്ങൾക്കൊക്കെ നാണക്കേടാണ്. ലാലിച്ചാൻ്റെ വീട്ടിൽ എന്തോ ആവട്ടെ, കൂട്ടിക്കൊണ്ടുവരുമോ നിർത്തിക്കോ എന്തോ ചെയ്യട്ടെ, ഇതൊരു തറവാടാണ്. ഞങ്ങളെല്ലാവരും കയറുകയും വരുമോ ഒക്കെ ചെയ്യുന്ന തറവാടാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഈ നാട്ടുകാരോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും? എല്ലാം പോട്ടെ, ഞങ്ങളുടെ പിള്ളേരോട് ഞങ്ങൾ എന്തു സമാധാനം പറയണം? അവർ ചോദിക്കത്തില്ലേ ഇതാരാണെന്ന്? അപ്പോഴെന്താ പറയണ്ടേ? ലാലിച്ചൻ്റെ ആദ്യത്തെ മകളാണെന്ന് അങ്ങോട്ട് പറയണം, അത്ര തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ലാലിച്ചൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ഞങ്ങൾ രണ്ടുപേരെയും ഇവിടെ കൊണ്ടേയാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ലാലിച്ചൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അവൻ്റെ മകളോട് ആരും മോശമായി പെരുമാറാൻ പാടില്ലെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അതൊക്കെ ലാലിച്ചൻ വന്നിട്ട് തീർത്താൽ മതി. അവൻ്റെ മകളോട് ഒന്നും തന്നെ മോശമായി പെരുമാറാൻ പാടില്ല. സ്വന്തം ചേട്ടനെ നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ മോശമായി ഒന്നും പെരുമാറാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും ലാലിച്ചൻ്റെ മകളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത്രയും പറഞ്ഞ് അവർ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അലീന ഹാളിൽ നിൽക്കുന്നത് കണ്ടു. എല്ലാവരെയും പോലെ തന്നെ അവർ രണ്ടുപേരും അലീനയെ കണ്ട് അമ്പരുന്നു. നമ്മുടെ അമ്മച്ചിയുടെ അതേ മുഖം തന്നെയെന്ന് രണ്ടുപേരും ഓർത്തു. അവരുടെ മുഖത്തെ അമ്പരപ്പിൻ്റെ കാരണം അലീനയ്ക്ക് മനസ്സിലായി കേട്ടോ. അലീനയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി. ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമായപ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിനടുത്ത് വന്നിരുന്നു. ആൻസി എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നതിനിടയിൽ ഔതക്കുട്ടി ചോദിച്ചു, മോളെ ആൻസി, അലീനയെ വിളിച്ചില്ലേ? ഇപ്പം വിളിക്കാം അപ്പ എന്ന് പറഞ്ഞ് ആൻസി അലീനയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ആൽബർട്ട് ആൻസിയെ തടഞ്ഞു. എങ്ങോട്ടാ ആൻസി? ഇപ്പോൾ അവളെ വിളിക്കണ്ട. ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് ഫുഡ് കൊടുത്താൽ മതി. ഞങ്ങളുടെ കൂടെ ഇരുത്തി അവളെ ഫുഡ് കഴിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതെന്ത് വർത്തമാനാടാ നീയൊക്കെ പറയുന്നേ? നിൻ്റെയൊക്കെ ചോര തന്നെയാണ് അവളുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പറയാൻ തോന്നും നിനക്കൊക്കെ എന്ന് ഔതക്കുട്ടി പറഞ്ഞു. അപ്പാ, ഞങ്ങളുടെ ചോര അവളുടെ ശരീരത്തിലുണ്ടെന്ന് കരുതി അവൾ എങ്ങനെയാണ് ജനിച്ചത് എന്ന് ഞങ്ങളെക്കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കണോ? അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഔതക്കുട്ടി പറഞ്ഞു, വാ മോളെ, ഇവിടെ അടുത്ത് വന്നിരിക്കുക, ഭക്ഷണം കഴിക്കാലോ. അലീന മടിയോടെ അവിടെ തന്നെ നിന്നു. ഔതക്കുട്ടി എഴുന്നേറ്റ് പോയി അലീനയുടെ കൈ പിടിച്ച് ഡൈനിങ് ടേബിളിനടുത്ത് കൊണ്ട് നിർത്തി. ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, എൻ്റെ ഒപ്പം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഔസേപ്പച്ചൻ പറഞ്ഞു, എങ്കിലപ്പാ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ അങ്ങോട്ട് എണീറ്റ് പോവുക. അപ്പനും മോളും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇതേ പെണ്ണെ, നീ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കില്ല. നിനക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണുള്ളത്? അല്ലെങ്കിലും ഈ വീട്ടിൽ കാല് കുത്താനുള്ള അവകാശം നിനക്കുണ്ടോ? ഔസേപ്പച്ചനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൽബർട്ട് സംസാരിച്ചു കേട്ടോ. ഞങ്ങളുടെ അപ്പനെ നീ കയ്യിലെടുത്തു, പക്ഷെ ഞങ്ങൾ ആരും ഈ തറവാട്ടിലെ അംഗമായി നിന്നെ അംഗീകരിച്ചിട്ടില്ല, ഇനി അംഗീകരിക്കാനും പോകുന്നില്ല. ലാലിച്ചാന് പറ്റിയ കൈത്തെറ്റിൻ്റെ നാണക്കേട് ഞങ്ങൾ എന്തിനാണ് വെറുതെ ചുമക്കുന്നത്? അത്രയും പറഞ്ഞുകൊണ്ട് ഔസേപ്പച്ചനും ആൽബർട്ടും ഉണ്മേശയ്ക്കടുത്ത് നിന്നും എഴുന്നേറ്റ് പോകാൻ നോക്കി. അലീന അവരെ തടഞ്ഞു. നിങ്ങൾ എഴുന്നേറ്റ് പോകണ്ട, ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുന്നില്ല.
ആൻസിയുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി അലീന അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയുടെ അടുത്തെത്തിയപ്പോൾ അലീന ഒരു നിമിഷം നിന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഔസേപ്പച്ചനോട് പറഞ്ഞു, ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, എന്നെ ഈ വീട്ടിൽ കയറ്റുക പോലും ചെയ്യരുതായിരുന്നു എന്ന്, ഭക്ഷണമൊന്നും കൊടുക്കരുതായിരുന്നു എന്ന്. ഒരവകാശം എനിക്ക് വേണ്ട. ആരുമില്ലാത്തവളാണെന്ന് വിചാരിച്ച കഴിഞ്ഞ 23 വർഷവും ഞാൻ ജീവിച്ചത്. സ്വന്തക്കാരായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞപ്പം എല്ലാവരെയും കാണാനൊരാഗ്രഹം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നാളെയോ മറ്റന്നാളോ തിരിച്ചു പോയിക്കോളാം. ഇത്രയും കാലം ഞാനൊരു അനാഥയായി ജീവിച്ചു എന്നതുകൊണ്ടാണോ നിങ്ങൾ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ തെറ്റ്? ഞാൻ എങ്ങനെയാണ് അനാഥാലയത്തിലെത്തിയത്? ഓരോ കുഞ്ഞുങ്ങളും അനാഥാലയത്തിലെത്തുന്നത് അവരുടെ തെറ്റുകൊണ്ടല്ല. വേറെ ആരോ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന നിരപരാധികളാണ് അനാഥ കുഞ്ഞുങ്ങൾ. നിങ്ങളിൽ ആരൊക്കെയോ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് കഴിഞ്ഞ 23 വർഷവും ഞാൻ അനുഭവിച്ചത്, ഇനി അനുഭവിക്കാനിരിക്കുന്നതും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ ഈ തറവാട്ട് മുറ്റത്ത് ഓടിക്കളിച്ച് വളരേണ്ടവളായിരുന്നില്ലേ ഞാനും? നിങ്ങളുടെ മക്കളെപ്പോലെ സ്നേഹിച്ച് സംരക്ഷിക്കേണ്ടതായിരുന്നില്ലേ എന്നെയും? ഔസേപ്പച്ചനും ആൽബർട്ടും അലീന ഇങ്ങനെയൊരു മറുപടി കൊടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അവരാകെ നാണം കെട്ട് തലകുനിച്ചിരുന്നു പോയി. എന്നാൽ ഔതക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയായിരുന്നു കേട്ടോ. അലീന പറഞ്ഞ വാക്കുകൾ ഔതക്കുട്ടിക്ക് വല്ലാതെ കൊണ്ടു. അലീന അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടി പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് ഭക്ഷണവും എടുത്ത് അലീനയുടെ പുറകെ പോയി. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അലീന നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഔതക്കുട്ടിയും അലീനയുടെ അടുത്ത് ചെന്നിരുന്നു. ഔതക്കുട്ടി നോക്കുമ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അലീന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. ഔതക്കുട്ടിയെ കണ്ടത് പെട്ടെന്ന് അലീന കണ്ണുകൾ തുടച്ചു. മോൾ എന്താ കരയുകയായിരുന്നു? അതേ വല്യപ്പച്ച, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അനാഥാലയവും അവിടെ എൻ്റെ കൂടെ ജീവിച്ചവരെയൊക്കെ ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി. അവിടെ ഇതുപോലെ നല്ല വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ ഭക്ഷണത്തിന് എന്ത് രുചിയായിരുന്നെന്നറിയോ? ഇതുപോലെ ഞങ്ങൾ വരാന്തയിലിരുന്ന് കഴിക്കുമായിരുന്നു. എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടാകുമായിരുന്നു. അപ്പോൾ ഔതക്കുട്ടിയും അലീനയുടെ അടുത്ത് പോയിരുന്നിട്ട് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, അലീനയുടെ കൂടെ ഇരിക്കാൻ ഞാനില്ലേ? ആരുമില്ലെങ്കിൽ എന്താ, ഞങ്ങൾക്ക് 2 പേർക്കും ഈ അടുക്കളയിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ. അത് ശരിയാ വല്യപ്പച്ച, ഞങ്ങൾ പിന്നെ പണ്ടേ ഒരു ടീമായി കഴിഞ്ഞില്ല അല്ലേ? അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ 2 പേരും അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോട്ടോ. ആൽബർട്ടിനും ഔസേപ്പച്ചനും ഒന്നും പരസ്പരം മിണ്ടാനില്ലായിരുന്നു. അവരാകെ നാണം കെട്ടുപോയി. വൈകുന്നേരമായപ്പോൾ ഔസേപ്പച്ചൻ്റെയും ആൽബർട്ടിൻ്റെയും ഭാര്യമാരും മക്കളും അങ്ങോട്ട് വരികയാണ് കേട്ടോ. അലീനയെ കാണുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. പക്ഷെ അലീനയെ കണ്ടിട്ടും കാണാത്തതുപോലെ അവർ നടന്നു കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ ചെന്നിട്ട് ആൻസിയോട് പറഞ്ഞു, ആൻസി, നീ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ശരിക്കും അമ്മയെപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഞങ്ങളുടെ മക്കൾക്ക് ആർക്കും കിട്ടാത്ത രൂപസാദൃശ്യമാണ് ഈ പെണ്ണിന് കിട്ടിയിരിക്കുന്നത്. ഞാനിതുവരെ അമ്മച്ചിയെ കണ്ടിട്ടില്ല, പക്ഷേ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല സ്വഭാവമാണ് ഈ പെണ്ണിൻ്റെയും. അമ്മച്ചിയുടെ അതേ സ്വഭാവമാണെന്ന് തോന്നുന്നു, ആൻസിയും പറഞ്ഞു.